Good morning, all. Morning. Good morning, ma'am. Good morning. Okay. Training and development എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ജസ്റ്റ് വായിച്ചോളൂ കേട്ടോ. നമ്മുടെ അടുത്ത പാഠം വരെ. വായിച്ചു നോക്കിയായിരുന്നോ? Yes, miss. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? No, miss. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മള് എവിടെ വരെയാ എടുത്തു നിർത്തിയത്? കൺസെപ്റ്റ് അല്ലെ? കൺസെപ്റ്റ് മാനേജ്മെന്റ് അതുവരെയാണ് കൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് അല്ല ഒബ്ജക്റ്റീവ്സ് എടുത്തിട്ടില്ല അല്ലെ? ഓക്കെ, കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതിന്റെ പാരഗ്രാഫ്സ് ആണ് പറഞ്ഞു നിർത്തിയത് ആണല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ കൺസെപ്റ്റ് മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? അവിടെയുള്ള വർക്കേഴ്സിന്റെ കഴിവുകളും നോളജും എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെ? ആ ഒരു ബിസിനസ് സ്ഥാപനം എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം അവിടെയുള്ള എംപ്ലോയീസും എന്താണ് നല്ല തരത്തിലുള്ള നോളജുകൾ അല്ലെങ്കിൽ കഴിവുകൾ ഇൻ കേസ് എന്ത് ചലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിൽ നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, ദ ഇമ്പോർട്ടന്റ് കണ്ടിന്യൂ ചെയ്തോട്ടെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. അല്ലേ? കണ്ടിന്യൂറ്റി വേണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇതിലേക്ക് വരണം. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. എനിക്ക് മെസ്സേജ് അയച്ചാലാണ് കേട്ടോ ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുക. The important assumption. Okay, the important assumption and the concern behind management development are as follows. അപ്പൊ നമുക്ക് ഇനി എടുക്കാനുള്ളത് എന്താണ്? പൊതുവെ അല്ലെ ഒരു ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് അതിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാധാരണ രീതിയിലുള്ള ആ ഡെവലപ്മെന്റിന്റെ അനുമാനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ അത് എങ്ങനെയാണ് അല്ലെ? അത് എന്തൊക്കെ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം ചിലപ്പോഴെല്ലാം ചില ആശയങ്ങൾ നല്ലതായിട്ട് തന്നെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. ചിലപ്പോൾ എന്താണ് അവർ കൊണ്ടുവരുന്ന ആശയങ്ങളൊക്കെ അല്ലെ അത് ചിലപ്പോൾ ശരിയായി നടപ്പാക്കിയെന്ന് വരാൻ സാധിക്കില്ല. കാരണം അവിടെയുള്ള എംപ്ലോയീസിന്റെ ബിഹേവിയർ ഡിഫറെന്റ് ആണ് അല്ലെ? അവരുടെ സ്വഭാവ രീതികൾ, അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ നോളജുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നു some personal variables such as age, habit, level of motivation, state of mind, etc. hinder the growth of an individual. അതായത് ചിലപ്പോഴൊക്കെ അല്ലെ ചില കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട് അല്ലെ? ചിലപ്പോ നമുക്കറിയാം എല്ലാവരും ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ചില നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, സ്വീകരിക്കണമെന്നില്ല. ശരിയാണോ? എല്ലാവരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യോ? അവിടെയുള്ള വർക്കേഴ്സ് ഉണ്ടാവുമോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാ? എല്ലാവരും തന്നെ സ്വീകരിക്കോ?
ഇല്ല. കാരണം എന്തുകൊണ്ടാ, ചിലർക്ക് ചില ആറ്റിറ്റ്യൂഡുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അവരുടെ ഏജ് അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രേരണകളെല്ലാം തന്നെ വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ ചിലർക്ക് നമുക്കറിയാം ചില കാര്യങ്ങൾക്കെല്ലാം, അതായത് അല്ലെ നമ്മുടെ ന്യൂ ജനറേഷൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഇച്ചിരി കൂടി ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതാണ് പറയുന്നത് സം പേഴ്സണൽ വേരിയബിൾ, അവര് വ്യത്യസ്തമാണ് അല്ലെ. അതിന്റെ വ്യത്യസ്തത വരുമ്പോൾ പല കാര്യങ്ങൾ അതിനെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. എന്താണ് അവരുടെ പ്രായം, അതേമാതിരി അവരുടെ ശീലങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രേരണകള്. ചിലർക്ക് ഞാൻ പറഞ്ഞു എന്താണ് അവര് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ, ഫണ്ട് വേണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ചിലരെന്താണ് സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള മോട്ടിവേഷനോട് കൂടിയിട്ടായിരിക്കും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാം തന്നെ എന്താണ് അവരുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നതാണ്. ചിലതെല്ലാം എന്താണ് പോസിബിൾ ആയിട്ട് തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ കൈയടിച്ച് പാസ്സാക്കുമെന്ന് പറയില്ല, എല്ലാവരും ഒരേപോലെ തന്നെ എടുക്കും. പക്ഷെ ചിലതിനൊക്കെ വേരിയബിൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹൈൻഡർ ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്താനും സാധ്യതകൾ ഉണ്ടായിരുന്നുണ്ട്, വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്താനും സാധ്യതകൾ ഉണ്ടായിരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. അതായത് നമുക്കറിയാം ഏതോ ഒരു സ്ഥാപനത്തിലും കൂടുതലായിട്ട് നമ്മളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഡിഫക്ട്സുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കോളേജസ് മെൻഷനിങ് ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് അപ്ലൈയിങ് suitable HRD instruments to overcome the drawbacks are essentially required. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഡ്രോബാക്സുകൾ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എന്താണ് മസ്റ്റ് ആയിട്ട് നമ്മൾ ഓവർകം ചെയ്തിരിക്കണം അല്ലെ. അത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്യേണ്ടത്? നമുക്കറിയാം ഓരോ വർക്കുകളും അല്ലെ, എന്തെങ്കിലും നിയമങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കണം അല്ലെ. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അത് മാത്രമല്ല അല്ലെ, താഴെ ജൂനിയേഴ്സിന്റെ ഒക്കെ ഇടയിൽ എന്തെങ്കിലും അല്ലെ കുറച്ചും കൂടിയും എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങോ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് ആ ഒരു മെത്തേഡുകൾ അല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ ഒരു മോട്ടിവേഷൻ ചെയ്ത് അല്ലെ അവരെ ഇച്ചിരി കൂടിയും ആ ഒരു ഫീൽഡിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്. തീർച്ചയായിട്ടും എന്തായാലും ഡ്രോബാക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിലയിരുത്തി തന്നെ പോകണമെന്ന്. അപ്പൊ നമ്മള് മനസ്സിലാക്കി ഫസ്റ്റ് വൺ അല്ലെ, ഡെവലപ്മെന്റിൽ ഒന്ന് മനസ്സിലാക്കി എല്ലാവരുടെയും എന്താണ് വേരിയബിൾ ആണ് അല്ലെ, എല്ലാ പേഴ്സൺസും വേരിയബിൾ ആണ്. മറ്റൊന്ന് നമ്മൾ ഡ്രോബാക്സ് ഉണ്ടാവും, അത് മസ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇൻ അഡീഷൻ ടു ദി മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ് there must be specific objectives and goals required to be achieved. അപ്പൊ നമ്മളിപ്പോ നേട്ടങ്ങൾ നോക്കുകയാണ് അല്ലെ, നമുക്ക് നേട്ടങ്ങൾ വേണമെന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് നമുക്ക് ആവശ്യമാണ് അല്ലെ. നമ്മളിപ്പോ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ഏത് രീതിയിൽ പോകണം, ആ ഒരു ലക്ഷ്യം മുൻനിർത്തി തന്നെയായിരിക്കണം അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിലേക്ക് പ്രവർത്തനം നടപ്പാക്കേണ്ടത്. നമുക്കറിയാം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, പക്ഷെ നമുക്കറിയാം ആ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് തന്നെയാണ് അത് കൈവരിക്കാൻ സാധിക്കുള്ളൂ. ആണോ? ഒറ്റയടിക്ക് നമുക്കൊരു വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അവിടെ അതാണ് മെത്തഡോളജി, അതിൻ്റെതായിട്ടുള്ള ഒരു ശാസ്ത്രീയ രീതിയിലാണ് ആ ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഓരോ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ടാവണം അല്ലെ. ഓരോ നിശ്ചിത ലക്ഷ്യം വെച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ആ മെയിൻ ഗോള് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അച്ചീവ്മെന്റ് നേട്ടം എന്നുള്ളത് അതിന് മസ്റ്റായിട്ടും എന്താണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സും അല്ലെങ്കിൽ ഗോൾസ് റിക്വയർ, അത് നേടിയെടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 3 പോയിന്റ്സ് ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതിൽ 3 പോയിന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. എന്താണ് 4th പോയിന്റിൽ വരുന്നത്? There always exists a gap between required performance level and the capacity of an individual. നമുക്കറിയാം ഇപ്പൊ നമ്മളിപ്പോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കണമെന്ന് വെച്ചുകൊണ്ട് കുറച്ച് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്.
അവിടെ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫോമൻസ് ലെവല് ചിലപ്പോ ഒരു പക്ഷേ അവരുടെ കപ്പാസിറ്റി അല്ലെ ഓരോ ഇൻഡിവിജ്വൽസിനും തമ്മിലുള്ള ഒരു കപ്പാസിറ്റിയോട് പൊരുത്തപ്പെട്ട് പോകണമെന്നില്ല. തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്ന നേട്ടം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. കാരണം എന്താണ് അവർക്ക് നിലവിൽ അല്ലെ ഒരു നിലവിലൊരു കപ്പാസിറ്റിയേ ഉള്ളൂ. അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ അവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, എങ്ങനെയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലായിട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അവർക്ക് കൊടുത്താലും ചിലപ്പോൾ അവർക്ക് ആ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വെച്ച് ഉദ്ദേശിക്കുന്ന നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. കാരണം എന്താ അവർക്ക് ഒരു മിനിമം ലെവൽ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്ന കപ്പാസിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മാനേജ്മെന്റ് must fill the gap to provide an opportunity for improvement. അപ്പൊ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ നിന്നുണ്ടാക്കേണ്ട നേട്ടം നേടിയെടുക്കാനായിട്ട് മാനേജ്മെന്റ് തലത്തിൽ നിന്ന് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതായത് നമുക്കറിയാലേ ട്രെയിനിങ് ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആയി പോകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ഓക്കെ, ക്ലിയർ ആയി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. നോക്കാം. There always exists a gap between required performance level and the capacity of an individual. അതായത് നമ്മളൊരു പെർഫോമൻസ് നേടിയെടുക്കാനായിട്ട് കുറച്ച് ആവശ്യകതകളുണ്ട് അല്ലെ. അത് ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ട് ഡെവലപ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അല്ലെ ഒരു നല്ല നോളജ് ഉള്ള വ്യക്തിയെ കൊണ്ടുവന്ന് നിങ്ങൾ ഇങ്ങനെ സൈറ്റിൽ കയറണം, അങ്ങനെ ചെയ്യണം അല്ലെ. ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ വിഷ്വലി നിങ്ങൾ ഈ ഇന്ന സ്റ്റെപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെ നേട്ടം നേടിയെടുക്കാൻ സാധിക്കുന്നൊക്കെ ഒരു പക്ഷെ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തുന്നിരിക്കും. പക്ഷെ നിലവില് അവരൊരു കപ്പാസിറ്റി ഉണ്ട് അല്ലെ. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിക്ക് അത് ചെയ്യുന്നത്രയും ഒരു കപ്പാസിറ്റി ഉണ്ട്. അവർ പറയുന്നത്രയും ആ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ചിലപ്പോൾ ഇവർക്ക് എഫക്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല, നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്? ഇവരെ കൊണ്ട് അത് സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അടുത്ത ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അടുത്ത ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്ന നേട്ടം നേടിയെടുക്കാൻ ചിലപ്പോൾ ഇവർക്ക് മതിയായ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉദ്ദേശിച്ച ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കാര്യങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു വരും. അപ്പൊ അവർക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വാക്കാൽ പറയുന്നത് അല്ലെങ്കിൽ വിഷ്വലി കാണിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് ആക്റ്റീവായിട്ട് അത് പെർഫോമൻസിൽ അല്ലെ പ്രകടനത്തിന് കാഴ്ചവെക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു അല്ലെ വിഷ്വലി കാണിച്ചു കൊടുക്കുന്നത് അവരെ കൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നടപടി എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ആക്റ്റീവായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഓക്കെ അത് ക്ലിയർ ആകും. തീർച്ചയായിട്ടും അവർക്ക് അത് അവരുടെ ജോലി പ്രകടനത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. There always existing gap between required performance level and the capacity of an individual. അവർക്കൊരു മിനിമം കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മാനേജ്മെന്റ് must fill the gap to provide an opportunity for improvement. കണ്ടിന്യൂ ചെയ്തോട്ടെ. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? No doubt. Okay. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. In work situation, growth involves stresses and strains. Development can seldom take place in a completely peaceful atmosphere. അപ്പൊ നമുക്കറിയാം ചിലപ്പോ അല്ലെ ചില വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അവര് കുറെ എന്താണ് എന്തെങ്കിലും അല്ലെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ് അവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള വർക്ക് അന്തരീക്ഷമാണ് അവർക്ക് കൊടുക്കണമെങ്കിൽ എന്താണ് ആ ഗ്രോത്തില് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ഇൻ വർക്ക് സിറ്റുവേഷൻ ഗ്രോത്ത് ഇൻവോൾവ്സ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ കുറെ സ്ട്രെസ്സും കൂടി ഇവര് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. തീർച്ചയായിട്ടും സ്ട്രെസ്സോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യം പെട്ടെന്ന് അല്ലെ നമുക്കറിയാം ഒരു നിശ്ചിത സമയം കൊണ്ട് തന്നെ ചില ജോലികളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ടാവും. അപ്പൊ അവര് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ആ ജോലി ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് വിചാരിച്ച രീതിയിൽ അവർക്ക് ഫുൾഫില്ല് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരക്കാം. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തില് ഡെവലപ്മെന്റ് ക്യാൻ സെൽഡം ടേക്ക് പ്ലേസ് ഇൻ എ കംപ്ലീറ്റ്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഇപ്പൊ ഡെവലപ്മെന്റ് എന്നുള്ള ആശയം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അറ്റ്മോസ്ഫിയർ എന്താണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാനായിട്ട്.
അല്ലാതെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇവർക്ക് എന്താണ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുത്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്താണ് നല്ല അറ്റ്മോസ്ഫിയറും കൂടി ഇവർക്ക് പ്രദാനം ചെയ്താൽ മാത്രമാണ് ഉദ്ദേശിച്ച നേട്ടം മാനേജ്മെന്റിന് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? സെൽഡം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് ക്യാൻ സെൽഡം ടേക്ക് പ്ലേസ്. അത് അല്ലെ ആ ഒരു മീനിങ്ങിൽ എടുക്കുമ്പോൾ ആ ഡെവലപ്മെന്റ് പ്രോഗ്രാം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് അറ്റ്മോസ്ഫിയർ എന്താണ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അല്ലാതെ സ്ട്രെസ് കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ ആകാൻ പാടില്ല. അവിടെ ഡെവലപ്മെന്റ് ക്യാൻ അല്ലെ നേടിയെടുക്കാൻ പറ്റുന്നത് എന്താണ് ഏത് പ്ലേസിലാണ്? പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. An executive requires development throughout his work life and his professional career. Thus, management development is a never-ending activity. Okay, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണല്ലോ. അതായത് മാനേജ്മെന്റ് പറഞ്ഞു വരാം. എന്താണ് an executive requires development throughout his work life and his professional career. നമ്മൾ കണ്ടായിരുന്നു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു സ്പെസിഫിക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ അല്ല നൽകുന്നത് അല്ലെ. ആ ബിസിനസ് എത്രത്തോളം കാലം നീണ്ടു നിൽക്കുന്നവോ അത്രത്തോളം കാലം അവിടെയുള്ള വർക്കേഴ്സ് ഏബിൾ ആയിട്ട് എടുക്കുന്നത് അല്ലെ, ഏബിൾ ആയിരിക്കുക, അതായത് കഴിവുറ്റവരാക്കി എടുക്കുക എന്നതാണ് ഡെവലപ്മെന്റിൽ മെയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താ പറയുന്നത്? ത്രൂഔട്ട് ഹിസ് വർക്ക് ലൈഫ്, അവിടെ ഉടനീളം ആ വർക്ക് ലൈഫിൽ ഇത് ആവശ്യമാണ്. ആൻഡ് ഹിസ് പ്രൊഫഷണൽ കരിയർ എന്ന് വരുമ്പോൾ നമുക്കറിയാം തൊഴിൽപരമായിട്ട് ഒരു കരിയർ ഡെവലപ്മെന്റ് കൂടിയാണ് അവിടെ വികസിച്ചു വരുന്നത്. ദസ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് തലത്തിൽ ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയടിക്ക് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം പുതിയത് വരുന്നത് അനുസരിച്ചിട്ട് തന്നെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ച് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി. ഒരിക്കലും അത് അവസാനിക്കുന്നില്ല എന്നുള്ളത്. ചിലപ്പോഴൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാറുണ്ട്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ് ഡാഷ് എൻഡിങ് ആക്ടിവിറ്റി. നമുക്കറിയാം ഒരു സ്പെസിഫിക് ടൈമിൽ അവസാനിക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല, അല്ലെങ്കിൽ ജസ്റ്റ് അല്ലെ ആ ആക്ടിവിറ്റിക്കുള്ള പ്രത്യേകത എന്താന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അല്ലേ? നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ചലഞ്ചസുകളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻനിർത്തിക്കൊണ്ട് തന്നെ പുതുമ എല്ലാം തന്നെ നേടിയെടുക്കണം എന്നുള്ളതാണ് എന്താണ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഉടനീളം പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഗ്രോത്ത് കാനോട്ട് ഒക്കെ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോ വളർച്ച നേടിയെടുക്കണമെന്ന് പറഞ്ഞ കുറച്ച് നിയമങ്ങൾ മാനേജ്മെന്റ് തലത്തിൽ നിന്ന് നടപ്പാക്കിയാലേ കുറച്ച് നിയമങ്ങൾ മാത്രം അച്ചടിച്ച് അവിടെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് നേടിയെടുക്കണമെന്നില്ല അല്ലെ. അവിടെ മസ്റ്റ് ആയിട്ട് എന്താണ് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, മാനേജ്മെന്റിന്റെ ഒരു പങ്കാളിത്തം അല്ലെ, അത് മസ്റ്റ് ആയിട്ടും അവിടെ ആവശ്യമാണ്. അവിടെ ഇടപെടൽ വേണം, ആവശ്യങ്ങൾ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു ചില ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. ഓക്കെ, എന്റെ ഡ്യൂട്ടിക്ക് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ആ ഡെവലപ്മെന്റ് പ്രോഗ്രാം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിന്റെ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഗ്രോത്ത് കാനോട്ട് ഒക്കെ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഒരു കാരണവശാലും ഇടപെടലോ അല്ലെങ്കിൽ എന്താണ് പങ്കാളിത്തമോ ഇല്ലാതെ ഗ്രോത്ത് ഒരിക്കലും നേടിയെടുക്കാനായിട്ട്, വളർച്ച അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ വളർച്ച നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ക്ലിയർ ആയോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? ദ ഇമ്പോർട്ടന്റ് അസംഷൻ ആൻഡ് കൺസേൺ ബിഹൈൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെ. മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അനുമാനങ്ങൾ അല്ലെ, ആശങ്കകളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ പരിഗണിക്കേണ്ടതാണ് അല്ലെ. കുറച്ച്
ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകളും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എടുത്താലാണ് ഉദ്ദേശിച്ച നേട്ടമൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ജസ്റ്റ് 7 പോയിന്റും വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. HRD-ന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്. ഇതാണ് അവിടെ, അതായത് ജൂനിയേഴ്സിനെ എന്തെങ്കിലും അവരുടെ കരിയർ അല്ലെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കണം എന്നത്. എല്ലാം വായിച്ചു നോക്കാം. സെക്കൻഡ് പോയിന്റ്. ഓക്കെ, നോക്കാം. ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. നമുക്ക് അറിയാം, ഈ കൊണ്ടുവരുന്ന എന്തെങ്കിലും അല്ലെ അവര് ഉള്ള വർക്കുകളിൽ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സുകൾ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും റെക്കഗ്നൈസ് വിലയിരുത്തണം. ദെൻ എന്താണ് ഫീഡ്ബാക്ക്? എന്താണ് പറയുന്നത്? ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കോളേജസ് mentioning the shortcoming and applying suitable HRD instruments to overcome the drawbacks are essentially required. അതായത് നമ്മൾ എന്തെങ്കിലും അല്ലെ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ജൂനിയേഴ്സിനൊക്കെ ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പ്രോഗ്രാം അത് നേടിയെടുക്കാൻ അല്ലെ നേട്ടം നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജുകളൊക്കെ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്താണ് അവരുടെ ആ ഡ്രോബാക്സിനെ അവരുടെ ആ ഒരു പോരായ്മകളെ നമുക്ക് എന്താണ് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കോളേജസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വിഭാഗം അല്ലെ ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ മൊത്തം എന്തെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗക്കാര് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഫ്രഷേഴ്സിന് അവരുടെ അല്ലെ നേരത്തെ ഉള്ളവരുടെ ഒപ്പം എത്താനായിട്ട് പറ്റിയത് വരില്ല. അപ്പൊ എന്താണ് ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ ജൂനിയേഴ്സിനൊക്കെ എന്തെങ്കിലും കുറച്ചും കൂടി കൗൺസിലിങ്ങും കുറച്ചും കൂടി ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്നിച്ച് തന്നെ നേടിയെടുക്കാനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ അതിലതാണ് പറയുന്നത് ഡ്രോബാക്സ് മസ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. ആരുടെയാണ് ഡ്രോബാക്സ്? അവരെ തള്ളിക്കളയല്ല, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കൗൺസിലിംഗ് ഡ്രോബാക്സ് എന്താണ് പോരായ്മ വരുത്തിയവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും എന്താണ് എന്തെങ്കിലും അല്ലെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കേണ്ട വിധത്തിനായിരിക്കും അവർക്ക് പോരായ്മ വരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും മറ്റേതെങ്കിലും രീതിക്കായിരിക്കും അല്ലെ. അപ്പൊ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ഡ്രോബാക്സുകൾ പരിഹരിക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഡെഫിനിഷൻ. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രകടനം അല്ലെ. എന്താണോ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വർക്കിന്റെ പ്രകടനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഡെഫിനിഷൻ ആണ്. Performance management is a corporate management tool that help managers observe and analyze employees work. അതായത് അവിടെ നമുക്കറിയാം ജീവനക്കാരുടെ വർക്കുകൾ അല്ലെ അത് നിരീക്ഷിക്കുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യണം എന്ന് പറയുന്നത്?
അവരുടെ അല്ലെ അവരുദ്ദേശിക്കുന്ന ഈ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെ റിക്വയർമെന്റ്സ്, അതായത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രകടമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പെർഫോമൻസ് മാനേജ്മെന്റ് is a corporate management tool that help managers observe and analyze the employees' work. അടുത്ത സെന്റൻസ് നോക്കാം. Performance management's aim is to create an environment where people can perform to the best to their ability to produce the highest quality work most efficiently and effectively. അതായത് നമ്മുടെ ഏതൊരു ബിസിനസ്സും അല്ലെ അവരുടെ മാനേജേഴ്സ് കുറെ കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് നല്ല നേട്ടം നേടണം. തീർച്ചയായിട്ടും നല്ല നേട്ടം നേടണമെങ്കിൽ എന്താണ് പ്രത്യേകത? അവിടെയുള്ള വർക്കേഴ്സ് നല്ല കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കണം. ശരിയല്ലേ? ആണോ? അങ്ങനെയല്ലേ അവർക്ക് നല്ല നേട്ടം നേടാൻ സാധിക്കുകയുള്ളൂ. കാര്യക്ഷമമായിട്ട് തന്നെ നല്ല ഫലപ്രാപ്തിയോടും അല്ലെ. അപ്പൊ കാര്യക്ഷമമായിട്ടും ഫലപ്രാപ്തിയോടും കൂടിയിട്ട് അവർ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്? അതിനുള്ള സാഹചര്യം അവിടെ ഒരു എൻവയൺമെന്റ് സൃഷ്ടിച്ചു കൊടുക്കണം അല്ലെ. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു അവർക്കൊന്നും സംശയാസ്പദമായിട്ടുള്ള രീതികളാവാതെ നല്ലൊരു രീതിയിലുള്ള അല്ലെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലേക്ക് അവർക്ക് ആ ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ്സിന്റെ എയിം അല്ലെ, പെർഫോമൻസ് മാനേജ്മെന്റ് എയിം ഈസ് ടു create an environment where people can perform to the best to their abilities. അവരുടെ കഴിവുകളിൽ ഏറ്റവും നല്ല കഴിവ് ഉപയോഗിക്കാൻ അല്ലെ, അവര് നന്നായിട്ട് തന്നെ അവരുടെ കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് എങ്ങനെ അല്ലെ, അത് വെറുതെ ഒന്നും ജസ്റ്റ് കഴിവല്ല ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനത്തെ കഴിവ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? ടു പ്രൊഡ്യൂസ് ദ ഹയസ്റ്റ് ക്വാളിറ്റി വർക്ക് മോസ്റ്റ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് അവരുദ്ദേശിക്കുന്ന അല്ലെ ഒരു സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും അത് ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട് അല്ലെ ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല സർവീസ് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ്, നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ആ രീതിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ടും നല്ല ഫലപ്രാപ്തിയോട് കൂടി അല്ലെ എഫക്റ്റീവ്ലി എന്ന് വെച്ചാൽ നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ടും അവിടെയുള്ള വർക്കേഴ്സ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം അല്ലെ ആ ഒരു സിറ്റുവേഷൻ അറേഞ്ച് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ക്ലിയർ ആയില്ലേ? പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് നല്ല കാര്യക്ഷമമായിട്ട് നല്ല ഫലപ്രാപ്തിയോടും കൂടിയിട്ട് അവരുടെ വർക്ക് അത് നല്ല ക്വാളിറ്റിയുള്ള വർക്ക് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സർവീസ് പ്രകടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എൻവയറമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. A formal performance management program enables managers and employees to see eye to eye about the expectations, goals, and career progress, along with how one individual's work align with the company's overall vision. അതായത് നമുക്കറിയാം ഒരു ജസ്റ്റ് അല്ലെ ഒരു ഐ ടു ഐയിൽ എക്സ്പെക്ട് ചെയ്ത വെറുതെ ജസ്റ്റ് മാനേജേഴ്സ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും അല്ലെ, പ്രതീക്ഷിക്കും എന്താണ് ഇവരിൽ നിന്ന് നല്ല രീതിയിൽ അല്ലെ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിഷൻ അവർക്ക് ഉണ്ടാവും അല്ലെ. ഒരു നേരത്തെ കൂട്ടി ഒരു മുൻധാരണ ഉണ്ടാവും ഇവിടെയുള്ള വർക്കേഴ്സ് ഏബിൾ ആയത് ഇവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും, ഇങ്ങനെ എന്റെ ഗോളുകള് ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു എയിം അവിടെയുള്ള മാനേജേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ജനറലി പെർഫോമൻസ് മാനേജ്മെന്റ് വ്യൂസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബോർഡർ വർക്ക് പ്ലേസ് സിസ്റ്റം. അപ്പൊ ആ വിഷ്വലായിട്ട് വിചാരിക്കുന്ന കാര്യം അവര് വിഷ്വലായിട്ട് ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം അവരെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള എൻവയറമെന്റൽ പാക്കേജസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ അവർ നേരത്തെ കൂട്ടി ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് എന്താണോ പ്രതീക്ഷിച്ചത് അത് നേടിയെടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുമെന്ന്. അപ്പൊ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ജനറലി പെർഫോമൻസ് മാനേജ്മെന്റ് വ്യൂസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബ്രോഡർ വർക്ക് പ്ലേസ് സിസ്റ്റം. അവിടെ ആ വർക്ക് പ്ലേസ് സിസ്റ്റം ആ ജോലി സ്ഥലത്തെ സാധ്യതകളിൽ നിന്ന് മാത്രമാണ് അല്ലെ. ചിലപ്പോ
നല്ല എന്താണ് സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി അതിനെ കുറിച്ചിട്ട് നല്ലൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ തന്നെ സ്പീഡിൽ അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അവിടെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഫോർമൽ പെർഫോമൻസ് വെറുതെ ജസ്റ്റ് കുറെ ഇങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ കണക്കൂട്ടിയാൽ മാത്രമല്ല പോരാ, അവിടെ അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. അല്ലേ? ഇതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം. ആ എയിം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെ? ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് വേർ പീപ്പിൾ ക്യാൻ പെർഫോം ടു ദ ബെസ്റ്റ് ഓഫ് ദെയർ അബിലിറ്റീസ്. അവരുടെ കഴിവുകൾ നല്ലവണ്ണം ഉപയോഗിക്കാൻ അനുസൃതമായിട്ടുള്ള എൻവയോൺമെന്റ് സൃഷ്ടിച്ചു കൊടുക്കുക. എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ പരിസ്ഥിതി എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിനുള്ള സാഹചര്യം, അല്ലെ? ഡ്യൂട്ടി ചെയ്യാനായിട്ട് സ്ട്രെസ് ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യാനായിട്ട്, അപ്പൊ തൃപ്തിയോട് കൂടിയിട്ട് അവർ സ്പീഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ചിലപ്പോ അല്ലെ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനാവശ്യമായിട്ട് ചിലപ്പോൾ ചില ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് മോട്ടിവേഷൻ കിട്ടും, അല്ലെ? നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെ പലതും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം എന്നുള്ളത്. ക്ലിയർ അല്ലേ? ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. കൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, നിങ്ങൾ കുറച്ച് പേര് ക്ലിയർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് സ്പീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളൊരു മൈൻഡിലേക്ക് വരും. അതുകൊണ്ടാണ് പരമാവധി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. കൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, നോക്കാം. ആസ് എ കൺസെപ്റ്റ് നോക്കാം. എന്താ പറയുന്നത്? ആസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പെർഫോമൻസ് മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. എന്താ പറയുന്നത്? ആസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് ഡിസൈൻ ടു അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ സക്സീഡ്. അതായത് നമുക്കറിയാം, വിജയത്തിൽ എത്താനായിട്ട്, അല്ലെ? പ്രധാനമായിട്ടും ഏതൊരു സ്ഥാപനവും വിജയത്തിൽ എത്താനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ളത്, അല്ലെ? നല്ല ആശയവിനിമയ സംവിധാനം ഉണ്ടാകുക എന്നുള്ളത് എന്താണ് ഏതൊരു സ്ഥാപനത്തിലും. അത് പ്രത്യേകിച്ച് എംപ്ലോയീസിന്റെ ഇടയിൽ, അല്ലെ? എംപ്ലോയർ കുറച്ച് നിബന്ധനകൾ മാത്രം ഇറക്കിക്കൊണ്ട് അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നാല് ചിലപ്പോൾ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. എംപ്ലോയീസിന്റെ ഇടയിൽ നല്ല ഒരു ആശയവിനിമയം നടത്താനുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെ? ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. ആസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് ഡിസൈൻ ടു അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ സക്സീഡിങ്. അതായത് വിജയത്തിൽ എത്താനായിട്ട് രൂപകൽപ്പന ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. Then it not just require a direction from the end of managers and the supervisors, but also requires the active involvement of the employees. ഇവിടെ പ്രധാനമായിട്ടും നമുക്കറിയാം എന്താണ് ഡയറക്ഷൻ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നത് മാത്രമല്ല ഈ ആശയവിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? but also require active involvement of the employeeന്റെ, അല്ലെ? അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിൽ ഇൻവോൾവ് ചെയ്യുക, ഇടപെട്ടുകൊണ്ട് ഉള്ള ആശയവിനിമയമാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് ഡയറക്ഷന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വിചാരിച്ച നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? ഇറ്റ് മേക്സ് ഷുവർ ദാറ്റ് എംപ്ലോയീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ദെയർ കീ job functions, aware of the performance level expected, get continuous feedback on their performance, have opportunities for training and development, get rating on their performance and reward their honor in just and a fair manner. അതായത് നമ്മളിപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള മാനേജേഴ്സ് എംപ്ലോയീസിന്റെ ഇടയിൽ ഇടപെടുക, അല്ലെ? ഇൻവോൾവ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവര് അതനുസരിച്ചിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യണം, അല്ലെ? ചെക്ക് ചെയ്യണ്ടേ? അതാണ് ആ കീ എന്ന് പറയുന്ന ഒരു രീതിയിൽ കീ ജോബ് ഫങ്ഷൻസ്. ഈ ഒരു
പെർഫോമൻസിന്റെ മാനേജ്മെന്റിന്റെ ഒരു കീ ജോബ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അവെയർ ഓഫ് പെർഫോമൻസ് ലെവൽ എക്സ്പെക്ടഡ്. ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. then get continuous feedback on their performance. അവിടെയുള്ള തൊഴിലാളികളുടെ പ്രകടനം അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഫീഡ്ബാക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്താൽ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എല്ലാവർക്കും എല്ലാ കാര്യം ചിലപ്പോ വിചാരിച്ച മാതിരി തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരോ? ഇല്ല അല്ലെ. എല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളാണ്. ചിലർക്ക് നമുക്കറിയാം, ചിലർക്ക് ചില കഴിവുകൾ ഒക്കെ ആയിരിക്കും അല്ലെ. അതേസമയം ചില കഴിവുകൾ ഒരേ ജോലിയിൽ തന്നെ ചിലത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും അല്ലെ. മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഓരോ ജീവനക്കാരുടെ ഇടയിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഫീഡ്ബാക്കുകൾ നോക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുണ്ട്. then get training on their performance and reward their own. in case അവർക്ക് ട്രെയിനിങ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? അവർക്ക് റിവാർഡൊക്കെ കൊടുക്കും അല്ലെ. അവാർഡുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ല ബെറ്റർ പെർഫോമൻസിന് അവരെ പുഷ് ചെയ്യാനായിട്ട് അല്ലെ. നന്നായിട്ട് തന്നെ നേട്ടം നേടിയിട്ടുണ്ടെന്ന് അവരുടെ മൈൻഡിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള റിവാർഡുകളൊക്കെ കൊടുക്കണം. ഇൻ ജസ്റ്റ് ആൻഡ് എ ഫെയർ മാനർ. അപ്പൊ അത് ഏത് രീതിയിലാണോ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരിക്കും ഇത് കൊടുക്കരുത് അല്ലെ. നമ്മള് അവിടെയുള്ള എംപ്ലോയീസിന് മൊത്തത്തിൽ തന്നെ മനസ്സിലാക്കണം. ചിലർക്ക് മാത്രം റിവാർഡുകളും കാര്യങ്ങളും മാത്രം സംഘടിപ്പിച്ചാൽ ചിലപ്പോൾ മറ്റു ജീവനക്കാർക്ക് ഒരു ഇതുണ്ടാവും അല്ലെ. അപ്പൊ അതെല്ലാം കൊടുക്കുമ്പോൾ ശ്രദ്ധ വേണം. ട്രെയിനിങ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴും എല്ലാം തന്നെ ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ് എംപ്ലോയീസിന്റെ ഇടയിൽ നിന്നുകൊണ്ടായിരിക്കണം നടപ്പാക്കേണ്ടത്. അവിടെ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള അവാർഡുകൾ കൊടുക്കുക. അങ്ങനെ പോകുമ്പോൾ എന്താണ് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ക്ലിയർ ആയോ? ഈ ഫങ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നമ്മള് കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പ് ഇച്ചിരി സ്ലോ ആയിരുന്നു. അപ്പൊ പെൻഡിങ് നമുക്ക് പരിഹരിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കാം. അതിൻ്റെതായിട്ടുള്ള കണ്ടിന്യൂ ചെയ്യാണ്. The main objectives of performance management is to ensure that the organization as a system and its subsystems work together in an integrated fashion for attaining optimum result or outcomes. എന്തായിരിക്കും പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്തായിരിക്കും? നിങ്ങൾ തന്നെയൊന്ന് റെസ്പോണ്ട് ചെയ്ത് എന്തായിരിക്കും പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്തായിരിക്കും? ഓക്കെ, ഗോള് അല്ലെ, അവരുടെ ഗോള് നേടിയെടുക്കണം. മാക്സിമം ഔട്ട്പുട്ട്. യെസ്, അവിടെയുള്ള ജീവനക്കാരിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് നേടിയെടുക്കാം. അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെ. അവർ ഉദ്ദേശിച്ച ആ ലക്ഷ്യം തന്നെയാണ് മെയിനായിട്ട്. അവർക്കൊരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇവിടെയുള്ള ജീവനക്കാരെ കൊണ്ട് സാധ്യമാക്കുക അല്ലെ, ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക. അതാണ് പ്രധാനമായിട്ടും പെർഫോമൻസ് മാനേജ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ the main objectives of performance management is to ensure ഉറപ്പുവരുത്തുക that the organization as a system and its subsystems work together in an integrated fashion for attaining optimum result or outcomes. അതായത് ചെറിയ റിസൾട്ട് അല്ല അല്ലെ, ഏറ്റവും നല്ല റിസൾട്ട്. അത് അല്ലെ, അതാണ് പറയുന്നത് ഒപ്റ്റിമം റിസൾട്ട് ഓർ ഔട്ട്കം. ഏറ്റവും നല്ല ഒരു റിസൾട്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് അത് നേടിയെടുക്കാനായിട്ട് പല നമ്മള്
എന്താ പറയണ അതിനാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളല്ലേ പറയാ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഇടപെടലൊക്കെ എടുക്കുന്നുണ്ട്. ആ ഇടപെടലിന്റെ ഇടയിൽ കൂടെ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ അവാർഡ്സുകൾ കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സബ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത് അല്ലെ, പല സബ് സിസ്റ്റംസുകളൊക്കെ ഒന്നിച്ച് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ, അത് കൂട്ടിച്ചേരുന്നത് എന്തിനു വേണ്ടിയിട്ടാ, ഇവരെ കൊണ്ട് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെ, മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം വെക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? The main objectives of a performance management is to ensure that organization as a system and its subsystems work together in an integrated fashion for attaining optimum result or outcomes. അല്ലെ, മാക്സിമം അവിടെയുള്ള തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട എയിം. ആ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഇതെല്ലാം തന്നെ ഒന്നിച്ചിട്ടുണ്ട് അല്ലെ, ഇന്റഗ്രേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്ത് കൊണ്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് മാക്സിമം റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? വീണ്ടും ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് പറയുന്നുണ്ട്, പോയിന്റ് വൈസ് ആയിട്ടാണ് പറയുന്നത്. നമ്മൾ കണ്ടു മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോ പോയിന്റ് നോക്കുക. Enable the employees towards achievement of superior standards of work performance. എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്? Enables the employees towards achievement superior standards of work. Superior standards of work എന്ന് പറയുമ്പോൾ എന്താണ്? ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെ, നല്ല രീതിയിൽ എന്നുള്ള ഉദ്ദേശമാണ്. നല്ല രീതിയിലുള്ള വർക്ക് പെർഫോമൻസ്, ഉയർന്ന നിലവാരത്തിലുള്ള വർക്ക് പെർഫോമൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയിനെ സജ്ജമാക്കുക, അവിടെയുള്ള തൊഴിലാളികളെ സജ്ജമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? To help the employees in recognizing the knowledge and the skill necessary for performing the job efficiently, and this would guide their focus towards performing the risk task in the right way. അതായത് നമുക്ക് ശരിയായ ജോലി അല്ലെ, ശരിയായ ജോലി എങ്ങനെ ചെയ്യണം, ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം അല്ലെ. ആ ജോലി ഇതാണ് ചെയ്യേണ്ട, ഓരോ വ്യക്തി ചെയ്യേണ്ട ജോലി ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ തന്നെ അത് നല്ല രീതിയിൽ തന്നെ, ശരിയായ രീതിയിൽ തന്നെ അതിന്റെ കടമകൾ നിർവഹിക്കണം. അപ്പൊ അങ്ങനെ കടമകൾ നിർവഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഗൈഡ് വേണം അല്ലെ. ആ ഒരു ഗൈഡ് എന്ന് പറയുന്ന വ്യക്തി അല്ലെ, ആ ഒരു ഗൈഡ് നല്ല രീതിയിൽ തന്നെ ഇവരെ കൊണ്ട് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ അത് അല്ലെങ്കിൽ നോളേജുകൾ ഇവർക്ക് പ്രദാനം ചെയ്യണം. ഇങ്ങനെ നോളേജും അല്ലെങ്കിൽ കഴിവുകളും പ്രദാനം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഇവർക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മളിപ്പോ ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതും അത് അല്ലെ, അതിന്റെ നല്ല രീതിയിലുള്ള കഴിവ് കിട്ടി ചെയ്യുന്നതും നമ്മൾ വ്യത്യാസം ഉണ്ടാവൂലേ? വ്യത്യാസം ഉണ്ടാവോ? നമ്മളൊരു ജോലി ഏൽപ്പിച്ചേക്കാണ്, ഓക്കെ, നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളത് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പകർന്നിട്ടാണ് അല്ലെ, കുറച്ച് അറിവ് കൂടി പകർന്നിട്ടാണെങ്കിൽ എന്താണ്, നമ്മുടെ കഴിവും നമ്മുടെ നോളേജും കൂടി ഈ പകർന്നു തന്ന കഴിവും കൂടിയും കൂട്ടിയിട്ടായിരിക്കും നമ്മളത് അല്ലെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നല്ല ബെറ്റർ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റൈറ്റ് വേയിൽ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ശരിയായ വശത്തോടു കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ഗൈഡ്, ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് അല്ലെ. ആ ഗൈഡ് പറയുന്ന രീതിയിൽ ആ ഗൈഡിന് ആവശ്യം, ആ ഗൈഡ് കൃത്യമായിട്ട് തന്നെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പ്രോഗ്രാംസുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിൽ നമ്മൾ അതിലേക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് അവസരം തരണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ടു ഹെൽപ്പ് എംപ്ലോയീസ് in recognizing the knowledge and the skills necessary for performing the job efficiently, as this would guide their focus towards performing the right task in the right way. Clear ayo? First point, second point, okay ano? Okay ano? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുകളില് അല്ലെ കുറിച്ച് വെക്കണമെങ്കിലൊക്കെ ടെസ്റ്റിന്റെ മുകളിൽ കുറിച്ച് വെച്ച് പോയിക്കോളൂട്ടോ. അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുപാട് ഇങ്ങനെ വരുമ്പോൾ ഒന്നിച്ചെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ വരും. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യണമെങ്കിലൊക്കെ നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് നോക്കാം.
enhancing the performance of the employees by encouraging employees the empowerment, motivation and implementation of an effective reward mechanism. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, റിവാർഡ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ നല്ല ഒരു അല്ലെ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അവരെ ശാക്തീകരിക്കുക അല്ലെ, ശക്തിപ്പെടുത്തുക വർക്ക് ചെയ്യാനായിട്ട്. ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് കഴിവുകളുണ്ട്, ഒക്കെയാണ്, അവൻ നന്നായിട്ട് മാക്സിമം കഴിവ് ഉപയോഗിക്കണമെങ്കിൽ എന്താണ് അവന് ചില മോട്ടിവേഷൻസും കൂടി വേണം അല്ലെ, ചില ഇൻസെന്റീവ്സ്. നമ്മളിങ്ങനെ ഇത്രയും ഈ പ്രൊഡക്ഷൻ ഇത്രയത്തിൽ കൂടുതൽ നിങ്ങൾ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അല്ലെ കുറച്ചും കൂടി സാലറി കൂട്ടിത്തരും. അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് മാക്സിമം അവരുടെ വർക്ക് പ്രൊഡക്ഷൻ അല്ലെ ഉത്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ പ്രദാനം ചെയ്താൽ മാക്സിമം അവർ വർക്ക് ചെയ്യുമോ? എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ നിന്നിട്ടായിരിക്കും. അതായത് ഒരു 10 അല്ലെ, നമ്മളിപ്പോ ഒരു പേനയാണ് ഉത്പാദിപ്പിക്കണമെങ്കിൽ ഒരു 10 ഉത്പാദിപ്പിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ ഓക്കെ, ഒരു 2 കൂടി ഉത്പാദിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ അത് അങ്ങനെ 2 കൂടി ഉത്പാദിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി സാലറി കൂട്ടിത്തരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവരെ പരിശ്രമിക്കും അല്ലെ, മാക്സിമം അവര് എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാവും. കാരണം സാലറി കൂട്ടി കിട്ടുമല്ലോ എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, എൻഹാൻസിങ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി ബൈ എൻകറേജിങ് എംപ്ലോയി എംപവർമെന്റ്, മോട്ടിവേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ആൻ എഫക്റ്റീവ് റിവാർഡ് മെക്കാനിസം. എന്തെങ്കിലും അവാർഡ് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ സാലറി കൂട്ടി കൊടുക്കുമെന്നോ അങ്ങനെയുള്ള ഒരു പുഷപ്പോട് കൂടിയാവുമ്പോൾ അവരെന്താണ് മാക്സിമം അവരുടെ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് തയ്യാറാവുമെന്നുള്ളത്. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോട്ടെ. ഓക്കെ, then promoting a two-way system of communication between the supervisors and the employees for clarifying expectations about the roles and accountabilities, discussing the functional organization goals, offering regular and transparent feedback for improving employee performance and continuous coaching. വലിയൊരു സെന്റൻസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് പതിയെ കുറച്ചാക്കി പറയാം. എന്താണ് ഇവിടെ പറയുന്നത്? അവിടെ നമുക്കറിയാലേ, ഏതൊരു സ്ഥാപനത്തിലും അവിടെ സൂപ്പർവൈസേഴ്സും അല്ലെ, നമ്മുടെ മാനേജിംഗ് പോസ്റ്റിലുള്ളവരുടെ അണ്ടറിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അവരുടെ കീഴിലൊക്കെ ആയിരിക്കും പ്രവർത്തകര് അല്ലെ, അവിടെ വർക്കേഴ്സ് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും എന്താണ് ഇവര് എന്താണ് സൂപ്പർവൈസേഴ്സ് എന്താണ് ലക്ഷ്യമിടുന്നത് അല്ലെ, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇത്ര സമയം കൊണ്ട് ഇത്രയും ഡ്യൂട്ടി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല രീതിയിലുള്ള ആശയവിനിമയത്തോട് കൂടിയിട്ട് വർക്കേഴ്സിന്റെ ഇടയിൽ അവതരിപ്പിക്കണം. അവരുടെ അക്കൗണ്ടബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ റോൾസ്, അവരുടെ അല്ലെ പങ്ക്, അവരെന്താണ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല ആശയവിനിമയത്തോടു കൂടി പങ്കുവെക്കാനായിട്ട് ശ്രമിക്കാം. Then discussing the functional organization goal, offering regular and transparent feedback for improving employee performance and continuous coaching. അതായത് എന്നിട്ട് ഇത് മാത്രം അവർക്ക് ഇങ്ങനെ ഡ്യൂട്ടികളും കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ട് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ നിന്ന പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. അവരെന്താണ് പിന്നെ അവരുടെ വർക്കിനെ ഇടയ്ക്കിടയ്ക്ക് അല്ലെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, ഓഫറിങ് റെഗുലർ ആൻഡ് ട്രാൻസ്പെറന്റ് ഫീഡ്ബാക്ക്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ മനസ്സിലാക്കണം. ചില പോരായ്മകൾ അവർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് കൈകാര്യം ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ നല്ല ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു സജഷൻസ് ഒക്കെ കൊടുക്കണം. ദെൻ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇവരുടെ ഇംപ്രൂവ് ചെയ്യും അല്ലെ, അവരുടെ പെർഫോമൻസുകൾ, അവിടെയുള്ള വർക്കേഴ്സിന്റെ പെർഫോമൻസുകളൊക്കെ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താണ് വീണ്ടും അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. വീണ്ടും അവർക്ക് ചിലപ്പോൾ വല്ല കോച്ചിങ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ കുറച്ചും കൂടിയും അവർക്ക് ടാർഗറ്റുകൾ, അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? പ്രൊമോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു 2-way സിസ്റ്റമാണ് അല്ലെ. അവിടെ സൂപ്പർവൈസറി തരത്തിലുള്ളവരുടെ വർക്കേഴ്സിന്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവരെന്താണ് ചെയ്യേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ റോൾ എന്താന്നൊക്കെ എംപ്ലോയീസിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അവിടെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, വിലയിരുത്തണം. എന്നിട്ട് എന്താണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലൊക്കെ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് കൊടുക്കണം.
ദെൻ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ അവര് ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ കോച്ചിങ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കോച്ചിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസ് മെച്ചപ്പെട്ട് അല്ലെ അവർക്ക് കരിയർ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നുള്ളവരാണ്. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തോട്ടെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈങ് ദ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് പെർഫോമൻസ് ആൻഡ് ഓവർകമ്മിങ് ദോസ് ബാരിയേഴ്സ് ത്രൂ കോൺസ്റ്റന്റ് മോണിറ്ററിംഗ്, കോച്ചിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസ്. അതായത് നമുക്കറിയാം ഏത് ജോലിക്കും അതിൻ്റെതായ അല്ലെ തടസ്സങ്ങളും ഉണ്ടാവും അല്ലെ. ജോലി ചെയ്യുന്നതിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ജോലി ചെയ്യാനായിട്ട് വിചാരിക്കും, പക്ഷെ എന്താ പറയുക എംപ്ലോയീസിൽ ചിലപ്പോൾ കഴിവുണ്ടാവായിരിക്കും, പക്ഷെ ചില തടസ്സങ്ങൾ അതിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലിയെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ അല്ലേ. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവില്ലേ, ബാരിയേഴ്സ് വരില്ലേ, തടസ്സങ്ങൾ ഉണ്ടാകുമോ? നന്നായിട്ട് തന്നെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ഒരു മെഷീൻ ഉപയോഗിക്കുകയാണ്, അവിടെ പവറിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അവരുടെ വർക്ക് നടക്കും ഇല്ല. അപ്പൊ അവിടെ ഒരു തടസ്സമായിട്ട് എന്താണ്, അവിടെ എംപ്ലോയേബിൾ ആണ് അല്ലെ, പക്ഷെ അവിടെയുള്ള തടസ്സം എന്താണ്, അവരെ കൊണ്ട് പറ്റാത്ത തരത്തിലുള്ള തടസ്സമാണ്, അവിടെ ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഐഡന്റിഫൈങ് ദ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പെർഫോമൻസ് ആൻഡ് ഓവർകമ്മിങ് ദോസ് ബാരിയേഴ്സ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്കറിയാം അല്ലെ, അത് കറണ്ട് പോയാലും അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ബാരിയേഴ്സ് ത്രൂ കോൺസ്റ്റന്റ് മോണിറ്ററിംഗ്, കോച്ചിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻവെൻഷൻസ്. അപ്പൊ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ് എന്ന് പറയുമ്പോൾ ഇന്റർവെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഡെവലപ്മെന്റ് ആയിട്ടുള്ള അല്ലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. വർക്കേഴ്സിന്റെ ഇടയിലുള്ള ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും കോച്ചിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പൊ കോൺസ്റ്റന്റ് അതിങ്ങനെ എന്താണ് തടസ്സങ്ങളിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ദെൻ അതിനനുസരിച്ചിട്ടുള്ള കോച്ചിങ് ഡെവലപ്മെന്റ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്, ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, സ്ട്രാറ്റജിക് പ്ലാനിംഗ്, സക്സഷൻ പ്ലാനിംഗ്, പ്രൊമോഷൻ ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റ്. ഇതിലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ക്രിയേറ്റിംഗ് ബേസിസ് ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, സ്ട്രാറ്റജിക് പ്ലാനിംഗ്. അതായത് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ ഭരണകൂടത്തിന്റെ നിലയിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള തീരുമാനങ്ങൾ, അത് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ദെൻ എന്താണ്, സക്സഷൻ പ്ലാനിംഗ്, പ്രൊമോഷൻ ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റ്. അപ്പൊ ഇവരുടെ ഇടയിൽ എന്താണ്, ഈ ജീവനക്കാരുടെ ഇടയിൽ ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരാനും സാധിക്കും. കാരണം അവർക്ക് എന്താണ് പ്രൊമോഷൻ ഒക്കെ കൊടുക്കാൻ സാധിക്കും, പെർഫോമൻസ് ഒക്കെ നല്ലതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് ഒക്കെ കൂട്ടി കൊടുക്കാനൊക്കെ സാധിക്കും. അത്തരത്തിലുള്ള നല്ല ഡിസിഷൻസ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളവർക്ക് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ, അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു അല്ലെ ഇത്തിരി കൂടി ഒരു ആഗ്രഹം കൂടി വരും എന്നുള്ളതാണ്. എന്താണ്, പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ് ഇൻ ദ കരിയർ ഓഫ് ദ എംപ്ലോയി ബൈ ഹെൽപ്പിംഗ് ദം ഇൻ ഒബ്റ്റെയിനിങ് ദ ഡിസൈർഡ് നോളജ് ആൻഡ് സ്കിൽസ്. നേരത്തെ കൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു അറിവും അല്ലെങ്കിൽ കഴിവുകളും അത് നേടിയെടുക്കാനായിട്ട് പല രീതിയിൽ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെ ട്രെയിനിങ്. നമുക്കറിയാം ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ട്രെയിനിങ് പാക്കേജുകൾ കൊടുക്കും അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ്, അവർക്ക് അവരുടെ ജോലി ഒന്ന് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നേരത്തെ കൂട്ടിയിട്ട് ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴെന്താണ്, നമുക്ക് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇതല്ലേ, നമുക്കൊരു കഴിവിട്ടതായിരിക്കും. കാരണം ഓൾറെഡി നമുക്ക് നോളജ് ഉണ്ട്, ഒപ്പം തന്നെ ട്രെയിനിങ്ങും കൂടി ഉണ്ട്. അപ്പൊ എന്താണ്, അവരുടെ കരിയർ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് ആ സാഹചര്യങ്ങൾ നിലവിലുള്ള ആ ജോലി സാധ്യതകൾ കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ് ഇൻ എ കരിയർ ഓഫ് ദ എംപ്ലോയി ബൈ ഹെൽപ്പിംഗ് ഓക്കെ എന്തായാലും പറയാം, പ്രൊമോട്ടിംഗ് personal growth and advancement in the career of the employees by helping them in obtaining the desired knowledge and skills. അതായത് തീരുമാനിക്കപ്പെട്ട നോളജ് സ്കില്ലുകളും
അത് നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതെന്താണ്, അത് ഹെൽപ്പ് ചെയ്യും അല്ലെ. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ അറിവുകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ട്രെയിനിങ് കൂടി കിട്ടിയിട്ടാണ് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ നോളജിനോടൊപ്പം തന്നെ ഈ ഒരു ട്രെയിനിങ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അത് പേഴ്സണൽ ഗ്രോത്ത് ആണ് അല്ലെ. പിന്നെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസിലേക്ക് കിടക്കുമ്പോൾ എന്താണ്, അവിടെ നിന്നും കുറച്ച് പാഠങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നതാണ്. So promoting personal growth and advancement in the career of the employees by helping them in obtaining the desired knowledge and the skills. Okay, just വായിച്ചു നോക്കാം. എന്തായാലും ഒന്നിച്ച് സ്പീഡിലാണ് എടുത്തത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് നെക്സ്റ്റ് ടൈമിലാണെങ്കിലും നമുക്ക് ചോദിക്കാം. വായിച്ചിട്ട് തന്നെ വരണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഇന്ന് നമുക്കിനി അധികം ടൈം ഉണ്ടാവില്ല. ജസ്റ്റ് വായിക്കാനുള്ള സമയം തന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വായിച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ ചോദിക്കാം. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.